കമലേഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ സംവിധായകൻ ഭദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഭദ്രൻ, ആ, വലിയ ഒരു സംവിധായകനെ നമുക്ക് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഇപ്പോഴും പകരം വെക്കാൻ സിനിമകളില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു, താങ്കൾക്ക് നേരിട്ട് അദ്ദേഹത്തെ ഒരു വ്യക്തിത്വത്തെ എങ്ങനെ താങ്കൾ മനസ്സിൽ കുറിക്കുന്നുണ്ട്? വളരെ യാദൃശ്ചികമായിട്ട് ഞാനിപ്പോൾ രാവിലെയാണ് കാണുന്നത്. ഞാൻ വളരെ ഷോക്കായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, ഒരു 2-3 പ്രാവശ്യമായിട്ട് മോഹനെ അവിടെ പോയി വീട്ടിൽ പോയി കാണണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനപ്രയാസം. മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹം മലയാള ചലച്ചിത്രവേദിക്ക് വളരെ വളരെ ഉന്നതമായ സിനിമകൾ നൽകി. അതവിടെ ഇരിക്കട്ടെ. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഹരിഹരൻ സാറിന്റെ കൂടെ എൻ്റെ ആദ്യ സിനിമ, ആ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ, ഹരിപ്പോത്തന്റെ സിനിമയാണ്, ചെല്ലുമ്പോൾ ഇദ്ദേഹം ആ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യത്തെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര ശ്രമകരമാണ്, ഇതൊന്നും നമുക്ക് ശരിയാവും തോന്നുന്നില്ല. ഞാനങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞ സിനിമ വിട്ടാലോ എന്നൊക്കെ എങ്ങനെ ആലോചിക്കുമ്പോഴാണ് മോഹൻ എനിക്ക് തന്നൊരു ഒരു കറേജ് ഉണ്ട്. ഭദ്രൻ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ ഇതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വളരെ എപ്പോഴും എനിക്കൊരു കറേജ് തന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് പിൻകാലത്ത് ഞാൻ സംവിധായകനായി എന്റെ ആദ്യ സിനിമ തന്നെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന്, എന്റെ സ്ഫടികം കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് 1000 വാക്കുകളായിരുന്നു. എന്നെ കണ്ടാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി, ഒരിക്കലും ഞാൻ ഭദ്രനിലതെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ എന്നെ എപ്പോഴും അനുമോദിക്കുകയും എപ്പോഴും സ്നേഹിക്കുകയും എപ്പോഴും എന്നോട്, ഞങ്ങൾ തമ്മിലൊരു ഒരു 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 ബഹുമാനം എപ്പോഴും ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ രണ്ടുപേരും കൊലീഗ്സ് ആയിരുന്നു. ഹരിഹർ സാറിന്റെ ശിക്ഷണത്തിന് രാജഹംസം എന്ന സിനിമയിലായിരുന്നു എന്റെ തുടക്കം. അദ്ദേഹം ആ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിബന്ധം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ മാത്രമല്ല, ഇന്നസെന്റിന്റെ, ഡേവിഡ് കാഴ്ചപ്പള്ളിയുടെ ഒക്കെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് മോഹൻ ഞാൻ കേൾക്കുന്നതിൽ താമസിക്കുമ്പോൾ എന്റെ വീട്ടിൽ വരികയും ഞങ്ങൾ കണ്ടുമുട്ടിയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എനിവേ, നമ്മൾ ജനിച്ചു പോയില്ലേ, അപ്പൊ മരിക്കുക എന്നുള്ളത് അതിന്റെ കൂടെ ഉള്ളതാണ്. ശ്രീ ഭദ്രൻ, അദ്ദേഹത്തിന്റെ സിനിമകൾ, അതിന്റെ പ്രത്യേകതകൾ കൂടി താങ്കൾ കാണുന്നതൊന്ന് പറയാമോ ഞങ്ങളോട്? എങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറയാമോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഫെന്റാസ്റ്റിക് സ്ക്രിപ്റ്റിംഗും അത് വെപ്പരാരോടുകൂടിയൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വളരെ ഗംഭീരമായ സിനിമകളായിരുന്നു. അതിപ്പോ ഓരോ സിനിമകളെ കുറിച്ച് ഞാനിങ്ങനെ എണ്ണി തലനാരിക്ക് പറയാൻ പോയാൽ ഒത്തിരി ഫോണിൽ പറയേണ്ടി വരും. എന്തായാലും ശരി, പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ, ഒരു 3-4 സിനിമകൾ വളരെ ഗംഭീരമായിരുന്നു. അതെന്നും അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിലും സിനിമകൾ ഒരിക്കലും, അദ്ദേഹം ചെയ്ത സിനിമകൾ ഒരിക്കലും വിട പറഞ്ഞു പോവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. 80കളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ എങ്ങനെ തിളങ്ങി നിന്നിരുന്നു? പ്രത്യേകിച്ച് സൂപ്പർ ഹിറ്റ് ആണ് എങ്കിലും ഒരു ക്ലാസിക് സിനിമകൾ മലയാളിക്ക് സമ്മാനിക്കുക, അത് മലയാളികളെ കൊണ്ട് ഉൾക്കൊള്ളുക, അതിൽ ആനന്ദം കൊള്ളുക, ഇതൊക്കെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രണയം നിറഞ്ഞിരുന്ന സിനിമകൾ, നല്ല പാട്ടുകൾ, സംഗീതം നിറഞ്ഞിരുന്ന സിനിമകൾ, അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ, പരിഗണന ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു? അതെ, ഒരു സിനിമാ സംവിധായകന്റെ, പ്രത്യേകിച്ച് നല്ലൊരു സിനിമാ സംവിധായകന്റെ വർക്കിൽ പരാജയവും ജയവും ഒക്കെ വളരെ സർവ്വസാധാരണമാണ്, അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് സിനിമയിലും താൻ ചെയ്യുന്ന സിനിമയിലും ഒക്കെ ഒരു നിലപാടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ശരി, അതിനൊരു ക്ലാസ്, ആ ഒരു നിലവാരം മോഹൻ എപ്പോഴും നിലനിർത്തിയിരുന്നു. ഇപ്പൊ ചില സിനിമകളൊക്കെ തിയേറ്ററിനകത്ത് കൊണ്ടാടാതെ പോകുന്നത് വേറെ കാര്യം. പക്ഷെ എന്ത് സിനിമ എടുത്താലും ശരി, നമ്മൾ പറയില്ല എന്തൊരു പൊട്ട സിനിമയാ. ഒരിക്കലും അദ്ദേഹം ഒരു പൊട്ട സിനിമ ചെയ്തിട്ടില്ല, ഒരിക്കലും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അതാ ഞാൻ പറഞ്ഞത്, സിനിമയോടും അതിന്റെ സ്ക്രിപ്റ്റിനോടും താൻ ചെയ്യുന്ന ആ ഒരു ആശയത്തോട് അദ്ദേഹത്തിന് അതിശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു സംവിധായകനായിരുന്നു. ഈ 2 പെൺകുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ മലയാളി, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നിന്ന് അത്തരമൊരു സിനിമ ചെയ്യുക ഒക്കെ വലിയ വ്യത്യസ്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായി പലരും അന്ന് വിലയിരുത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് സ്വാഭാവികമായി എല്ലാവരും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ, ആ പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന്, താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം അതല്ലേ സംഭവിച്ചത്?
അത് തീർച്ചയായും ഈ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഫിലിം ചേംബർ തിയേറ്ററിലാണ് ഞാൻ എന്റെ പ്രിവ്യൂ കണ്ടത് ഓർക്കുന്നു. അതുപോലെ നമ്മൾ കണ്ട് ഇരുന്ന ഒരു സ്ഥിരം സെറ്റ് പാറ്റേണിൽ നിന്ന്, കാരണം സാധാരണ മലയാള സിനിമയ്ക്കൊരു ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സെറ്റ് പാറ്റേണിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒന്ന് ചുവട് മാറ്റി വെച്ച് അങ്ങനെ ഒരു സിനിമ എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനത്തെ ഒരു പ്രമേയവും മനസ്സിലായില്ലേ. അപ്പൊ അതാണ് നമ്മളെ അന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം അതായിരുന്നു. യെസ്. ഞാൻ ചോദിച്ചാൽ താങ്കൾ അതിന് മറുപടി പറയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടം മാറുമ്പോൾ, സിനിമകൾ മാറുമ്പോൾ, സിനിമകളിൽ പലതും സംഭവിക്കുന്നു, സിനിമയ്ക്കകത്തും പുറത്തുമൊക്കെ സംഭവിക്കുന്നു. നമ്മളിപ്പോൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ കൂടുതൽ അതാണ്. പക്ഷേ പലരും ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മ പുതുക്കാനൊക്കെ വിളിക്കുമ്പോൾ, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മോഹൻ സാർ എന്നുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ്, നിലനിർത്തിക്കൊണ്ടാണ് അവർ വലിയ വാക്കുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഏത് രീതിയിൽ സിനിമാ മേഖലയിൽ തുടർന്നു വന്നിരുന്നു? അദ്ദേഹത്തിന് നൽകിയിരുന്ന ബഹുമാനം സിനിമാ നടീനടന്മാരും പ്രവർത്തകരും ജനങ്ങൾ നൽകുന്നത് പോലെ നൽകിയിരുന്ന ഒരു അംഗീകാരവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് താങ്കൾ കാണുന്നത്? അത് സർവ്വ സ്വാഭാവികമല്ലേ. മരിച്ചു കഴിയുമ്പം ശവത്തെ പിടിച്ച് കാൽച്ചോട്ടി പിടിച്ച് കരയുക എന്നൊക്കെ പറയുന്നതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. മരിച്ചു പോയതിനു ശേഷം അതിപ്പോ എന്താണെന്നറിയോ, ആള് പോയതിനു ശേഷം സിനിമ അവിടെ നിൽക്കുമല്ലോ. അതിശക്തമായ പ്രമേയങ്ങളും വ്യത്യസ്ത സിനിമകളും ചെയ്തൊരു സംവിധായകന്റെ ഒരു സൃഷ്ടി അത് ലോകം മുഴുവത്തോളം കാലം നിൽക്കും. ഈ സംവിധായകൻ വിസ്മൃതിയിൽ ആണ്ടുപോയാലും സിനിമ പോവില്ല. സിനിമ ഉണ്ടാക്കി വെച്ചതിലൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആ ഇമ്പാക്ട് ഇങ്ങനെ അത് അവിടെ നിലനിൽക്കും. പക്ഷെ ആ വ്യക്തി എന്തെങ്കിലും ജീവിതത്തിനകത്തൊരു സെറ്റ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട്, അതാ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് എങ്ങനെയായിരുന്നു, എനിക്കൊറ്റ ദുഃഖമേ ഉള്ളൂ. അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ അടുത്ത കാലഘട്ടത്തിൽ എവിടെയോ വെച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഐ എം സോറി, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മോഹനെ കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടംപററീസ് ആണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ തീർച്ചയായിട്ടും ചേട്ടാ വരണം. എന്താ എനിക്കത് സംഭവിച്ചതെന്നറിയില്ല, എനിക്ക് അത് പോകാൻ പറ്റിയില്ല. അതിന്റെ ഒരു മനപ്രയാസം എനിക്കുണ്ട്. കാരണം എന്റെ തുടക്കകാലത്ത് ഞാൻ കാണുകയും ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു പക്ഷേ ഈ മേഖല ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ എന്നെ ആസ്പയർ ചെയ്തിട്ടുള്ള, എന്നെ എപ്പോഴും ഇല്ലല്ല അയ്യോ അങ്ങനെ വരരുത്, ഇത്രയും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒക്കെ ഉള്ളതൊക്കെ സിനിമയുടെ ഒരു ജാതകമാണ്. നമ്മൾ പഠിക്കണം, സിനിമ പഠിക്കണം. ഇപ്പൊ ഈ സെറ്റിലൊന്നും നമ്മൾ കാണുന്നൊന്നും അല്ല സിനിമ. അതല്ലാത്ത സിനിമകൾ നമ്മൾ കണ്ട് പഠിക്കണം. പക്ഷെ മോഹന്റെ ആ ഒരു അഡ്വൈസ് ആയിരുന്നിരിക്കാം എന്റെ ആ തുടക്ക കാലഘട്ടത്തില് എന്തുമാത്രം ലോക ക്ലാസിക്കുകൾ അടക്കമുള്ള എന്തുമാത്രം സിനിമകളാണ് ആ കാലഘട്ടത്തിലുള്ള ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇങ്ങനെ ആരോടും പറയാതെ അവിടെ പോവുക, കാണുക എന്ന് പറയുന്ന ആ ഒരു കണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കൂടുതലും കണ്ട് പഠിച്ച ഒരാളായിരിക്കാം. അതൊരു പക്ഷെ ആ കറേജ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരു എന്താ പറയാ, നമ്മളെ പറയുന്നില്ല, ഒരാള് നമ്മളെ ഒരു വഴി ചൂണ്ടിയ പോലെ നിങ്ങൾ ആ വഴിക്ക് അത് സിനിമ കാണണം. പിന്നെ എതിർക്കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള ഒപ്പം മോഹൻ സിനിമ കണ്ടിട്ടുണ്ടോ, അത്രമാത്രം ഭ്രാന്തായിട്ട് ഞാൻ സിനിമ കാണുമായിരുന്നു. എനിവേ നമുക്ക് നഷ്ടപ്പെട്ടു. അതൊരു വലിയ വേദന തന്നെയാണ് ശ്രീ ഭദ്രൻ. ആ വേദനയിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇപ്പോൾ വേദനിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നന്ദി ശ്രീ ഭദ്രൻ. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള സൗഹൃദം, വ്യക്തിബന്ധം